സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പേര് ബിൻഷ. ഞാനാണ് ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഏതൊരു കാര്യവും നാം ഒരു പ്രാർത്ഥനയോടു കൂടിയാണ് ആരംഭിക്കേണ്ടത്. പ്രെയർ ചൊല്ലാനായി സൽമയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ, വിളക്കു വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാവ കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ, വിളക്കു വയ്ക്കു ഞങ്ങളിൽ. സൈൻ ഇൻ ചെയ്യാനായി മിന്നുമോളെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മിസ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന അപർണ മിസ്സിനെ വളരെ സ്നേഹത്തോടുകൂടി തന്നെ ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹാവ് എ നൈസ് ഡേ എവരിവൺ. നല്ല ചിന്തകൾ നമ്മെ എപ്പോഴും പോസിറ്റീവ് മൈൻഡിലേക്ക് നയിക്കുന്നു. നല്ലൊരു തോട്ട് പറയുന്നതിനായി നിശിയെ ക്ഷണിക്കുന്നു. Thank you. Good morning to all. Today is the best thoughts of the day by Albert Einstein. The only source of knowledge is experience. This means that knowledge comes from actively engaging with and learning from real life situation. I repeat the thought. The only source of knowledge is experience. Thank you. Good morning, all. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. Good morning. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? പേര് ഓർമ്മയുണ്ടോ? ചൈൽഡ്ഹുഡ് Common Disease. childhood disease. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. ഓക്കെ, അതില് ഏത് വരെയാണ് ഡിസ്കസ് ചെയ്തത്? കോമൺ ഡിസീസ് TT, tetanus. ടെറ്റനസ് വരെ. ടെറ്റനസ് വരെ പറഞ്ഞല്ലേ? ടെറ്റനസ് എക്സ്പ്ലെയിൻ ചെയ്തോ? ചെയ്തു മാം. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഡിസീസ് ആണ് പോളിയോ. ഓക്കെ, പോളിയോന്റെ വാക്സിൻ കുട്ടികൾക്ക് എല്ലാവരും എടുക്കാറുണ്ടല്ലോ. പോളിയോനെ കുറിച്ച് ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, ലാസ്റ്റ് പോളിയോ ഓറൽ പോളിയോ വാക്സിൻ എന്നാ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? എന്നാ? ഒക്ടോബർ 12 ഒക്ടോബർ 12 ലാസ്റ്റ് പോളിയോ വാക്സിൻ കൊടുത്തത് കുട്ടികൾക്ക്. സോ പോളിയോ എന്ന് പറയുന്ന അസുഖം, പോളിയോ മെൻചൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ലിംസിന്റെ വീക്ക്നെസ്, അതുപോലെ തന്നെ പാരലൈസ്, ഹോൾ ബോഡി പാരലൈസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് എന്ത് അസുഖം കാരണമാണ്? പോളിയോ എന്ന് പറയുന്ന അസുഖം കാരണമാണ്. ദെൻ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കും. നമുക്ക് വരുന്ന എന്താ പറയാ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണോ പോളിയോ ഡിസീസിന്? അല്ല. ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. ആകെ നമുക്കൊരു റെമഡിയൽ ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റുന്നത് ഫിസിയോതെറാപ്പി മാത്രമാണ്. പൂർണ്ണമായിട്ടും നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ഫുള്ളായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ കുറച്ച് എങ്കിലും റിക്കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും ഒത്തിരി നാളത്തെ ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമാണ് മാറ്റങ്ങൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ പോളിയോ എന്ന് പറയുന്ന അസുഖം, പോളിയോ മെൻചൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് പോളിയോ എന്ന് പറയുന്ന അസുഖം വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. പോളിയോ വാക്സിൻ എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഫീവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫീവർ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പോളിയോ വാക്സിൻ എടുക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മള് ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്ന സമയത്തെ പോളിയോ വാക്സിൻ എടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, അപ്പൊ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം പോളിയോ വാക്സിൻ എടുക്കാനായിട്ട്.
ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പോളിയോ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. നമ്മൾ 2 രീതിയിലാണ് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്. ഓറൽ പോളിയോ വാക്സിൻ OPV എന്ന് പറയും. ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ തുള്ളിമരുന്നായിട്ട് പോളിയോ വാക്സിൻ കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? OPV. നോട്ട് ചെയ്ത് വെച്ചോട്ടാ, OPV. ഇനി ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ നമ്മൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ കൊടുക്കുന്നതാണ്. ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിയോ വൈറസിന് നമ്മൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് IPV എന്ന് പറയും. എന്താണ് പറയുന്നത്? IPV. അപ്പൊ 2 ടൈപ്സ് ഓഫ് വാക്സിൻസ് ആണ് പോളിയോ വൈറസിനെതിരെ നമ്മൾ എടുക്കുന്നത്. ഒന്ന് ഓറൽ പോളിയോ വാക്സിനും മറ്റൊന്ന് ഇനാക്റ്റീവ് പോളിയോ വാക്സിനും. ഓക്കെ, 2 വാക്സിനെ കുറിച്ച് ഏകദേശം ധാരണ വന്നോ? ഒന്നുകൂടെ പറയൂ മാം. OPV and IPV. ഓറൽ പോളിയോ വാക്സിൻ, ഇൻആക്റ്റീവ് പോളിയോ വാക്സിൻ. ഓക്കെ, നോട്ട് ചെയ്തോ? ഓക്കെ. OPV ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്, OPV ഓറൽ പോളിയോ വാക്സിൻ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത് കുട്ടി ജനിച്ചാൽ ഉടനെ. BCG എടുക്കില്ലേ, BCG വാക്സിൻ എടുക്കില്ലേ? നമ്മളിവിടെ ഒരു ചെറിയ കൊമള പോലെ വരുന്നൊരു വാക്സിൻ ഇല്ലേ, നമ്മൾ ജനിച്ച ഉടനെ തന്നെ എടുക്കുന്നതാ. 1-2 ദിവസത്തിനുള്ളിൽ എടുക്കും. എല്ലാവർക്കും ഉണ്ടാവും ഈ സ്കൈയിൽ ഇവിടെ ഒരു ഇത് തൊട്ടോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് BCG വാക്സിൻ എടുക്കുന്നതുകൊണ്ടാണ്. ഈ BCG വാക്സിനൊപ്പം തന്നെ നമ്മൾ ഓറൽ പോളിയോന്റെ 0 ഡോസ് കൊടുക്കും. OPV 0 ഡോസ് കൊടുക്കും. ദെൻ പിന്നെ കൊടുക്കുന്നത് 1.5 മാസത്തിൽ 6 വീക്സ് ഉള്ളപ്പോഴാണ് OPV ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. 2.5 മന്ത്സിൽ നമ്മൾ OPV സെക്കൻഡ് ഡോസ്, 3.5 മന്ത്സിൽ OPV തേർഡ് ഡോസ്. ഓക്കെ, ദെൻ നമ്മള് പിന്നീട് OPV കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 to 24 മന്ത്സിൽ OPV കൊടുക്കും. അത് കൂടാതെ നമ്മൾ OPV ഓരോ വർഷവും നമ്മൾ എന്താ പറയാ പോളിയോ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ദെൻ പിന്നെ അതെ, OPV IPV അല്ലേ പറഞ്ഞത്? OPV ഓറൽ പോളിയോ, IPV ആക്റ്റീവ് പോളിയോ. ഇൻആക്റ്റീവ്. ശരി. IN ഉണ്ട്. വൈറസിന്റെ പേരെന്ത്? പോളിയോ മെൻജൈറ്റിസ്. മാം, ഈ IPV കൊടുക്കുന്നത് ഉള്ള പോളിയോ ഉള്ള കുട്ടികൾക്കാണോ? അല്ല, രണ്ടും നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ്. എന്നുവെച്ചാൽ പോളിയോ അസുഖം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന വാക്സിനാ പോളിയോ എന്ന് പറയുന്ന അസുഖം. ഓക്കെ, ഞാൻ പറഞ്ഞു കേട്ടോ. പോളിയോ ഓക്കെ. ഇനി ഇപ്പൊ ചോദിച്ചില്ലേ പോളിയോ വാക്സിൻ പോളിയോ ഉള്ള കുട്ടികൾക്കാണോ കൊടുക്കുന്ന ഈ വാക്സിൻ എന്ന്? അങ്ങനെയല്ല, നമ്മൾ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന വാക്സിനേഷൻ ഷെഡ്യൂളിലുള്ള വാക്സിൻസ് ആണ് ഓറൽ പോളിയോ വാക്സിനും ഇനാക്റ്റീവ് പോളിയോ വാക്സിനും. ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ തുള്ളിമരുന്ന് പോലെ കൊടുക്കുന്ന, അതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാൻ പറ്റും അല്ലെ? ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ രൂപേണ കൊടുക്കുന്നതാ. ഈ പോളിയോ വൈറസിനെ ഇനാക്റ്റീവ് ആക്കിയിട്ട് നമ്മളത് ഇഞ്ചക്ഷൻ രൂപേണ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതിന് എതിരെയുള്ള ആന്റിബോഡീസ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ആവും. എങ്ങാനും നമുക്ക് അങ്ങനെ ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ആവുകയാണെങ്കിൽ നമ്മളുടെ ക്രിയേറ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് എന്ത് ചെയ്തോളും? ആ വൈറസിനെതിരെ ഫൈറ്റ് ചെയ്തോളും. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമുണ്ട് പോളിയോ വൈറസിനെ കുറിച്ചിട്ട്. കേരളത്തില് 2000-ന് ശേഷം ഇതുവരെ ഒരു പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തില് 2000-ന് ശേഷം, ഇപ്പൊ എത്രാമത്തെ വർഷം? 2000 കഴിഞ്ഞിട്ട് 2025 നമ്മൾ നിൽക്കണം അല്ലെ? 25 വർഷമായിട്ട് പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, 1/4 നൂറ്റാണ്ട്, അതായത് 25 വർഷമായിട്ട് നമ്മളുടെ കേരളത്തിൽ ഈ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദെൻ 2011-ന് ശേഷം ഇന്ത്യയിലും പോളിയോ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്തിട്ടില്ല? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2014 മാർച്ചില് ഇന്ത്യ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, പോളിയോ വിമുക്ത രാജ്യമായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്.
കേരളത്തിൽ 2000-ന് ശേഷം, ഇന്ത്യയിൽ 2011-ന് ശേഷം ഇതുവരെ പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 2014 മാർച്ചിലെ WHO ഇന്ത്യനെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ നമ്മൾ എന്തിനാ പോളിയോ വാക്സിൻ എടുക്കുന്നത് നമ്മൾ ചോദിക്കൂലേ? ഇന്ത്യയിൽ ഇല്ലല്ലോ ഇതിനൊരു അസുഖം, അല്ലെങ്കിൽ കേരളത്തിലൊന്നും 25 വർഷമായിട്ട് ഈ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. കാരണം നമ്മൾ കേരളത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പോളിയോ വാക്സിൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാവരും ഓരോ പോളിയോ വാക്സിൻ എടുക്കുന്നുണ്ട്. ഭൂരിഭാഗം പേരും, കുറച്ച് പേര് എടുക്കുന്നില്ലെങ്കിലും ഭൂരിഭാഗം പേരും നമ്മൾ ഈ വാക്സിൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തില് ആരും റിസ്ക് ഒന്നും എടുക്കുന്നില്ല. എല്ലാവരും ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെയും നമ്മൾ എന്തിനാണ് ഈ വാക്സിൻ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു അസുഖം നമ്മളുടെ ഭാവി തലമുറയെ അഫക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ഈ വാക്സിൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതലേ വാക്സിൻസിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും തുടങ്ങും. ആ കുട്ടിക്ക് വേണ്ട വാക്സിൻസ്, ടെറ്റനസിന്റെ ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ് ആയിട്ട് വാക്സിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അമ്മമാർക്ക് തന്നെ കൊടുത്തു തുടങ്ങും. അത് കഴിഞ്ഞ് ബാക്കി ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജനിച്ചത്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയാലും വാക്സിൻസ് എല്ലാം ഫ്രീ അല്ലേ എല്ലാവർക്കും, അല്ലേ? വാക്സിൻസ് ഫ്രീ ആണ്. ഇനി സപ്പോസ് ആകെ ഒരു വാക്സിൻ മാത്രമാണ് ഗവൺമെന്റ് പുറത്തുനിന്ന് എടുക്കണം എന്ന് പറയാറ്, അത് MMR ആണ്. ആർക്കെങ്കിലും ഉണ്ടോ? ഒരു 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 2 വയസ്സ് ആ ഒരു ഏജിൽ MMR വാക്സിൻ 9-ാം മാസത്തില് MMR 1.5 വയസ്സിൽ എടുത്തിട്ടുണ്ടോ? പ്രൈവറ്റിൽ പോയാണ് എടുത്തത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ആ ഒരു വാക്സിൻ മാത്രമാണ് ഗവൺമെന്റ് നമ്മളോട് പുറത്തു പോയി എടുക്കണം എന്ന് പറയുന്നത്. കാരണം MR എന്ന് പറയുമ്പോൾ മീസിൽസ് ആൻഡ് റുബെല്ലയ്ക്ക് ഉള്ള വാക്സിൻ ആണ്. MMR എന്ന് പറയുമ്പോൾ മീസിൽസ്, മംസ്, റുബെല്ല, ആ 3 അസുഖങ്ങൾക്കുള്ള വാക്സിൻ ആണ്. ഈ മംസ് എന്ന് പറയുന്ന അസുഖം നമ്മൾക്ക്, നിങ്ങൾ മംസ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റുന്നില്ല, മുണ്ട് നീര് കേട്ടിട്ടുണ്ടോ? പെട്ടെന്നൊരു നമ്മൾക്കൊരു സ്കൂളിൽ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് ഇത് മംസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വാക്സിൻ എടുക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് മംസിന്റെ വാക്സിൻ എടുക്കണം എന്ന് പറയാറുണ്ട്. കാരണം ഇത് മംസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് മംസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാല് അവർക്ക് ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, മംസിന്റെ വാക്സിൻ എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ MMR വാക്സിൻ എല്ലാവരും കറക്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മള് വാക്സിനും കാര്യങ്ങളും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമ്മള് പോളിയോനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പോളിയോ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് പോളിയോ മെന്റൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ്. നമുക്ക് കേരളത്തില് ഞാൻ പറഞ്ഞ പോലെ 2000-ന് ശേഷം, ഇന്ത്യയിൽ 2011-ന് ശേഷം ഒരു പോളിയോ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് WHO 2014 മാർച്ചില് ഇന്ത്യ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നെ നമ്മൾ എന്തിനാണ് പോളിയോ വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാല് നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ ഇന്നും ഈ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഭാവി തലമുറ, നമ്മളുടെ ഇനി കുഞ്ഞുമക്കൾക്ക് ഇതേപോലത്തെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും നമ്മൾ ഈ വാക്സിൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംസ്ഥാന വ്യാപകമായി നടത്താറുണ്ട് ഇല്ലേ? പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഡേറ്റ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് കണ്ടക്ട് ചെയ്തത് 12th ഒക്ടോബറിലായിരുന്നു. അധികം നാളായിട്ടില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ളവർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലെ? അവരെല്ലാവരും OPV എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ IPV OPV രൂപത്തിലാണ് കൊടുക്കുന്നത്. പ്രതിരോധ തുള്ളിമരുന്ന് വിതരണവും നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോളിയോനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പോളിയോന് മലയാളത്തിൽ എന്ത് പേരാ പറഞ്ഞിരുന്നത് എന്നറിയോ? കോമൺലി മലയാളത്തിൽ ഒരു പേര് പറയില്ലേ? ആർക്കും അറിഞ്ഞൂടാ? വീട്ടിലൊക്കെ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും.
ഇല്ല. പിള്ളവാതം എന്ന് പറയും. കളർവാദ അതാണോ മിസ്സേ? കളർവാതമല്ല, പിള്ളവാതം. മറ്റേ സ്ട്രോക്കിനെയാണ് അങ്ങനെ പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. നമ്മൾ ടെസ്റ്റിലേക്ക് വരാം. പോളിയോ ആണ് എടുക്കുന്നത്. 4th പോയിന്റ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. വൈറസ് ആണ് പോളിയോ എന്ന് പറയുന്ന അസുഖം കോസ് ചെയ്യുന്നത്. ഫീവർ ഇസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ ദ വീക്ക്നെസ് ഓഫ് ലിംസ്. ആദ്യം പനിയായിട്ടായിരിക്കും തുടങ്ങുന്നത്, പിന്നെ നമ്മുടെ ലിംസിന് വീക്ക്നെസ് വരും. സംടൈം പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. പോളിയോ വന്നു കഴിഞ്ഞാൽ മേ ബി ഹോൾ ബോഡി പാരലൈസ് ആകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ദ ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെഡിസിൻസോ ഇന്നും പോളിയോയിൽ ഇല്ല. ആകെയുള്ള ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി മാത്രമാണ്. ദ ഡിഫക്റ്റ് മേ ബി പെർമനന്റ്. ഒരു ഡിഫക്റ്റ് വരാണെങ്കിൽ അത് ലൈഫ് ലോങ് ആ ഒരു ഡിഫക്റ്റ് ആ ഒരു കുട്ടീന് ഉണ്ടാകും. നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റുന്ന ഒരു അസുഖമല്ല എന്ത് പോളിയോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കിയത് പോളിയോനെ കുറിച്ചിട്ടാണ് അല്ലെ. ഡിസെൻട്രി എന്താണെന്നറിയാവോ? ലൂസ് മോഷൻ. ഓക്കെ. നോർമൽ ആയിട്ടുള്ള ലൂസ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് ഇൻഫെക്ഷൻ ആണ് എന്ന് കേൾക്കാറില്ലേ? ചിലപ്പോ നമ്മളെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ എന്താണ് ഓഫീസിൽ പോവാത്തത്, അല്ലെങ്കിൽ എന്ത് പറ്റി കുട്ടീനെ ക്ലാസ്സിൽ വിടാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു റീസൺ ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു എന്ന്. എടുത്തടി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പുറത്തുനിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചോ? ചിലപ്പോ അവർ പറയും ഇന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും അല്ലെ. അപ്പോ ഫുഡ് ഇൻഫെക്ഷൻ എങ്ങനെ വേണമെങ്കിലും വരാം അല്ലെ. അപ്പൊ നമ്മളത് വരാതിരിക്കാൻ മാക്സിമം നോക്കാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീട്ടിൽ പാചകം ചെയ്ത ഫുഡ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പുറത്തുനിന്നുള്ള ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീടും നമ്മളത് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇന്ന് എല്ലാ അമ്മമാർക്കും ഏകദേശം നല്ല രീതിയിൽ പാചകം അറിയാം. പാചകം നമുക്ക് അറിഞ്ഞു തുടങ്ങി പോലും യൂട്യൂബ് നോക്കി പാചകം ചെയ്യാനായിട്ട് നമ്മളെ കഴിഞ്ഞ ആൾക്കാരുള്ളൂ അല്ലെ. അപ്പോ നമ്മൾക്ക് ഏതൊരു ഗുഡ്സ് അല്ലെങ്കിൽ ഏതൊരു ഫുഡ് ഐറ്റംസ് ആയാലും നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ മാക്സിമം നമ്മൾ വീടുകളിൽ പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. ദെൻ പിന്നീട് നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ഇന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഫുഡ് ഇൻഫെക്ഷൻ ആയി ആള് മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകൾ കേൾക്കാറുണ്ട് ഇല്ലേ? കേട്ടിട്ടില്ല? ഞങ്ങളുടെ നാട്ടിലെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 3 പേര് ഒരുമിച്ച് മരിച്ചു. 3 പേര് ഒരുമിച്ച്, ഒരു ഫാമിലിയിലെ 3 മെമ്പേഴ്സിന് ഫുഡ് ഇൻഫെക്ഷൻ വന്ന 3 പേര് മരണം സംഭവിച്ചു. പിന്നീടോ ആ ഹോട്ടൽ കുറച്ച് നാൾ അടച്ചിട്ടു. പിന്നെയും അവർ എന്ത് ചെയ്തു, ലൈസൻസ് വേറൊരാളുടെ പേരിൽ പുതുക്കി വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏപ്രിലിൽ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഷെയർ ചെയ്യാം. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഷെയ്ക്കും കുടിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം വിഷുവിന്റെ സമയം, പിറ്റേ ദിവസം എന്ന് പറയുന്നത് വിഷുവാണ്. തലേന്നാണ് ഈ ഫുഡ് കഴിച്ചത്. പിറ്റേ ദിവസം ആള് ഹെൽത്ത് അത്യാവശ്യം ഓക്കെ അല്ലായിരുന്നു. അപ്പൊ ആദ്യം വിചാരിച്ചു ലൂസ് മോഷൻ അല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. വീട്ടിൽ തന്നെ ചെറിയ പൊടിക്കൈയൊക്കെ ചെയ്ത് നിന്ന്. ആൾക്കാർക്ക് പറയാനും ഒരു നാണക്കേടല്ലേ, ലൂസ് മോഷൻ ആണ് എന്ന് പറയാനായിട്ടും ചെറിയൊരു മടിയാണ്. അപ്പൊ ആ കുട്ടി അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ലൂസ് മോഷൻ ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായപ്പോ ആൾ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോ ആൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, വിഷുവിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായപ്പോഴേക്കും ആള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. കാരണം കുറച്ചു നേരത്തെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ പറ്റുന്ന ചില കൗണ്ടർ ഫുഡ് ആയിരുന്നു. നമുക്ക് എല്ലാ ഫുഡും ഓക്കെ ആവണമെന്നില്ല. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചെമ്മീൻ ബിരിയാണി നാരങ്ങ വെള്ളവും കഴിക്കാൻ പാടില്ല, അതൊരു കൗണ്ടർ ഫുഡാണ്. ഒന്നിന് മറ്റൊന്ന് ഓക്കെ ആയിരിക്കില്ല. അങ്ങനെ പിന്നെ നമുക്ക് ചിലപ്പോൾ ചില അലർജീസ് ഉണ്ടാവും അല്ലെ, ചില ഫുഡുകൾ നമുക്ക് അലർജി ഉണ്ടാവും, അതും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ തന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, വീട്ടില് പാചകം ചെയ്ത് ഫുഡ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ.
പിന്നെ കുട്ടികൾക്ക് നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പോകണം, പുറത്ത് പോയി കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പൊ മന്ത്ലി ഒരു പ്രാവശ്യം നമുക്ക് പുറത്ത് പോയി ഫുഡ് കൊടുക്കുന്നതുകൊണ്ട്, വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വെക്കേഷൻ ഒക്കെ ആവും അല്ലേ, ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഫുഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതും നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ഫുഡ് വാങ്ങിച്ച് കൊടുക്കണം. ഓക്കെ. സാധാരണയായിട്ട് ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുതിർന്നവർക്കായാലും അത്ര സമയം നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല അല്ലെ. ഈ പോർഷൻ ഞാൻ എടുത്തതായിരുന്നോ? എനിക്ക് ഒരു ജോണ്ടിസ് വരെ പറഞ്ഞതുപോലെ എന്റെ ഒരു ഓർമ്മ. ഇല്ല മാം. ഇല്ല മാം, ഈ എടുത്തിട്ടില്ല, പക്ഷെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിസെൻട്രിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ, ലൂസ് മോഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്കായാൽ പോലും അധികം നേരം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ എന്റെ മോള് ചെറുതായിരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ ലൂസ് മോഷൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് കിട്ടി, അതുകൊണ്ട് ആൾ ഓക്കെ ആയതാണ്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മിസ്, പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് 1.5 വയസ്സുള്ളൂ. 1.5 വയസ്സുള്ള സമയത്താണ് ആൾക്ക് ലൂസ് മോഷൻ, കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോ ലൂസ് മോഷൻ വരുന്നത്. ഞാൻ വിചാരിച്ചു പനിയൊക്കെ വരുന്നത് പോലെയല്ലേ, ലൂസ് മോഷൻ അല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ നിൽക്കാം. ഞാൻ പറഞ്ഞു പൊക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും റിപ്പീറ്റ്ലി ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആള് ഭയങ്കര പെട്ടെന്ന് വീക്കായി. ആള് നല്ല ആക്റ്റീവാണ്, പക്ഷെ പെട്ടെന്ന് വീക്കായിട്ട് നമ്മളെ കയ്യിൽ വീണു. അപ്പോഴും ആൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും. അപ്പൊ എനിക്ക് തോന്നി, ഇത്തിരി പന്തികേട് തോന്നി. ഞാൻ എന്ത് ചെയ്തു, അച്ഛനോട് പറഞ്ഞു. എന്റെ വീട്ടിലായിരുന്നു ഞാൻ അന്ന്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം, കാരണം ആള് നല്ല വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ അച്ഛൻ ഓട്ടോ വിളിച്ചു ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോ അവള് ഭയങ്കരമായിട്ട് ക്ഷീണമായി, ഈ വായയിലൊന്നും വെള്ളമില്ലാത്ത പോലെ ചുണ്ടൊക്കെ ഉണങ്ങി ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കേട്ടാ. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് തന്നെ ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു, നേഴ്സിന്റെ അടുത്ത് ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് റൂമിലേക്ക് വന്നിട്ടാണ് ഡോക്ടർ ബാക്കിയുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ എഴുതി തന്നത്. കാരണം ലൂസ് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലൂസ് മോഷൻ അല്ലേ, നോർമൽ അല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ലൂസ് മോഷൻ ഇത്തിരി സീരിയസ് ആണ്. കാരണം ലൂസ് മോഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വാട്ടർ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബോഡിയിൽ നിന്ന് വാട്ടർ ഒരുപാടായിട്ട് നഷ്ടപ്പെട്ടു പോകും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ. എന്താണ് പറയുന്നത്? ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം. ഓക്കെ, നിർജ്ജലീകരണം, നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അത് വൊമിറ്റ് ചെയ്ത് പോകുന്നു, ലൂസായിട്ടും നമ്മുടെ വയറ്റിൽ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചുണ്ട് ഡ്രൈ ആവുന്നുണ്ടോ നോക്കാം. ഡ്രൈ ആവുന്നുണ്ടോ നോക്കാം. പിന്നെ വായിൽ വെള്ളം ഉണ്ടോ, പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി യൂറിൻ ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ദെൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞത് ORSന്റെ വെള്ളം കൊടുക്കണം. ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം പോകുന്നത് ORSന്റെ വെള്ളം, പിന്നെ കരിക്കും വെള്ളം, പിന്നെ കഞ്ഞി വെള്ളം അങ്ങനെ കൊടുക്കാനാ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ചോറ്, കട്ട തൈരില്ലേ, പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അത് കൂട്ടി ചോറ് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. അപ്പൊ ഇത് കഴിഞ്ഞ് ആള് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ബാക്കി വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനും ഏകദേശം ഇങ്ങനെ തോന്നുന്നു അതൊരു വൈറലായിരുന്നു. എന്താ പറയാ, വൈറലായിട്ട് ഡിസെൻട്രി തന്നെ ആയതുകൊണ്ട് മറ്റുള്ളവർക്കും പെട്ടെന്ന് സ്പ്രെഡായി, എല്ലാവർക്കും വന്നു. പിന്നെ എനിക്ക് വന്ന സമയത്ത് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വീക്കായി പോയി. പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ, ഞാൻ ആള് അത്യാവശ്യം നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഫസ്റ്റ് വൊമിറ്റിംഗ് എനിക്ക് വന്നു. ബാക്കി എല്ലാവർക്കും ലൂസ് മോഷൻ ആണെങ്കിൽ എനിക്ക് വൊമിറ്റിംഗ് ആയിരുന്നു, ഭയങ്കരമായിട്ട് വൊമിറ്റിങ്ങും കാര്യങ്ങളും. അതേപോലെ തന്നെ എനിക്ക് എന്താ പറയുക, തലകറക്കവും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വീഴാൻ പോവുക, ഇരിക്കാനും പറ്റുന്നില്ല, കടക്കാനും പറ്റില്ല, അങ്ങനെ വീഴാൻ പോകുന്ന രീതിയിലായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡോക്ടർ പറഞ്ഞു ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തതിന് ശേഷമാണ് കുറച്ച് നോർമൽ ആയത്. കാരണം നമുക്ക് ആ ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ പെട്ടെന്നായിരിക്കും നമ്മുടെ പേഷ്യന്റ് വീക്ക് ആവുന്നത്. അപ്പൊ മാക്സിമം ലൂസ് മോഷൻ ആണ്, ആ കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെന്റ് നമ്മൾ വീട്ടിലെ പൊടിക്കൈയും കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല.
പക്ഷെ ഡിസെൻട്രി പോലെ ആണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ അത് അഫക്ട് ചെയ്യും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. സോ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കെയർ എടുക്കാണ് വേണ്ടത്. അപ്പോ ഡിസെൻട്രി ആണോ ലൂസ് മോഷൻ നോർമൽ ആയിട്ട് വരുന്ന ലൂസ് മോഷൻ ആണോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി പറഞ്ഞത് ഇനി ഡിസെൻട്രി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലൂസ് മോഷനൊപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ ഫീവറും ഉണ്ടാവും. 103ക്ക് എബോവ് ഫീവർ ഉണ്ടാവാം. നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യല്, നമ്മൾ മോഷൻ പോകുമ്പോൾ അതിൽ പൾസും അതേപോലെ തന്നെ ബ്ലഡും കാണാനുള്ള ചാൻസ് ഉണ്ട്. വോമിറ്റിംഗ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ഉണ്ടാവും. നോ യൂറിൻ പോകാത്തൊരവസ്ഥ ഉണ്ടാവും. നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും, പക്ഷെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിൻ പോവില്ല. ആ ഒരു അവസ്ഥ, പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്പീഡ് ഇൻ റെസ്പിറേഷൻ, നമ്മുടെ ബ്രീത്തിങ്ങിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടാവും. പിന്നെ സ്റ്റൊമക്ക് ഏക്ക്, ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ് ലൂസ് മോഷൻ അല്ല, അതെന്താണ് ഡിസെൻട്രി ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയാവോ, എനിക്ക് ഡിസെൻട്രി ലൂസ് മോഷൻ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വീക്കാണ്, ഞാൻ നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്റെ മോള് അന്ന് ആ ഒരു സ്റ്റേജിൽ അവള് കഴിഞ്ഞു വന്നപ്പോ എനിക്ക് അത്രയും വിഷമമായിപ്പോയി. കാരണം ആള് പെട്ടെന്നല്ലേ വീക്കാവുന്നേ. നമ്മള് മുതിർന്നവർക്ക് പോലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഈ കുഞ്ഞുകുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ കുട്ടികൾക്ക് ഒരു കാരണവശാലും ലൂസ് മോഷൻ വരാതിരിക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം. എന്റെ മോളുടെ കേസിൽ എനിക്ക് തോന്നുന്നില്ല പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ്. കാരണം 1.5 വയസ്സായിട്ടുള്ളൂ, അവൾക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്ന് വൈറലായിരുന്നു. അപ്പൊ എല്ലാവർക്കും വന്ന് പോകുമായിരുന്നു. അടുത്ത് ചോദിക്കുന്നവർക്ക്, വീടിനടുത്ത് എല്ലാവർക്കും ഇങ്ങനെ ചോദിക്കുമ്പോൾ ലൂസ് മോഷൻ ആണ് എന്ന് പറയായിരുന്നു. ആ സമയത്ത് അങ്ങനെ സ്പ്രെഡ് ചെയ്തതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെന്താണ്, നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. പിന്നെ ഈ ഒരു ന്യൂസ് ഞങ്ങളുടെയൊക്കെ അടുത്ത് ഈ ഒരു ലൂസ് മോഷന്റെ പ്രശ്നം വന്ന സമയത്ത് തന്നെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ എന്താണ് ഒരു 500 സംതിങ് മെമ്പേഴ്സിന് സെയിം എല്ലാവർക്കും ഈ ലൂസ് മോഷനും വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു, കേട്ടില്ല. അപ്പൊ ആ ഫ്ലാറ്റിൽ അത്രയും മെമ്പേഴ്സും അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റിന് പോയി. അപ്പൊ അവിടുത്തെ ഡോക്ടർക്ക് സംശയം തോന്നി. കാരണം എല്ലാവരും വരുന്ന ഏരിയ സെയിം ആണ്, വരുന്ന ഫ്ലാറ്റ് സെയിം ആണ്. എന്നിട്ട് അവിടെ നിന്ന് വെള്ളം അവര് സാമ്പിൾ ആയിട്ട് കളക്ട് ചെയ്തു. കോമൺ ആയിട്ട് ഫ്ലാറ്റിലേക്ക് വരുന്ന സപ്ലൈ ചെയ്യുന്നത് വെള്ളമാണ്, വാട്ടർ ആണല്ലോ. അപ്പൊ അത് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് വെള്ളത്തിലുള്ള ഇൻഫെക്ഷൻ ആണ് കാരണം എന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കൊടുക്കുക. ഒരു കാരണവശാലും പച്ചവെള്ളം അല്ലെങ്കിൽ ടാപ്പിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളം ഒരു കാരണവശാലും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ പിന്നെ ലൂസ് മോഷൻ ആണെങ്കിൽ കുറച്ച് ശ്രദ്ധ വേണം. ഫീവർ ആണെങ്കിൽ നമുക്ക് അത്രയും ടെൻഷനും വേണ്ട കാര്യമില്ല. എനിക്ക് ഇപ്പോഴും മോക്ക് പനിയാണെന്ന് പറഞ്ഞാൽ അത്ര ടെൻഷൻ ഇല്ല. പക്ഷെ ലൂസ് മോഷൻ ആണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടിയാവും, ഓവറായിട്ട് ടെൻസ്ഡ് ആവും. കാരണം അന്ന് ആ ഒരു ഇൻസിഡന്റ് എന്റെ മുമ്പിൽ നടന്നുകൊണ്ട് തന്നെ അന്നത്തെ ഒരു ടെൻഷൻ എനിക്ക് ഇപ്പോഴും വരാം. ലൂസ് മോഷൻ അങ്ങനെ വരുമ്പോ ഭയങ്കരമായിട്ട് ടെൻഷനാണ്. കാരണം അന്നത്തെ പോലെ ആള് വീക്കായി പോകും. പിന്നെ ആള് വലുതായിട്ടാ, അന്ന് 1.5 വയസ്സാണെങ്കിൽ ഇന്നിപ്പോ 4-4.5 വയസ്സ് കഴിഞ്ഞു. എന്നാലും ആ ഒരു ടെൻഷൻ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ വരുമോ എന്നുള്ളൊരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. കാര്യം ഷെയർ ചെയ്യാനുണ്ട് മാം. എന്റെ കുഞ്ഞിന്റെ രണ്ടാം പിറന്നാളിന്റെ അന്ന് എല്ലാരും കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും കുഞ്ഞിന് ഇതുപോലെ പെട്ടെന്ന് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. മോനാണ് ആദ്യം വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വോമിറ്റിംഗ് അല്ലേ, അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് വോമിക്കൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. വോമിറ്റിംഗ് കൂടുവാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ 2 തവണ വോമിറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ ഒരു കാൽഭാഗം എടുത്ത് കുഞ്ഞിന്റെ നാക്കിലൊട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കൊച്ചിന് ലൂസ് മോഷൻ തന്നെയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3ാമത്തെ തവണ ആയപ്പോഴത്തേക്കും കൊച്ചി ടയേർഡായി. ഞങ്ങൾ അപ്പൊ തന്നെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്ന ഉടനെ തന്നെ ഡോക്ടർ കുഞ്ഞിനെ പിടിച്ച് അഡ്മിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും കുഞ്ഞിന്റെ സോഡിയം ലെവൽ കുറഞ്ഞു. കുഞ്ഞിന്റെ മുഖമൊക്കെ വല്ലാതെ ആയി. ഒരു 4 ദിവസത്തോളം അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ കുഞ്ഞിന്റെ കാര്യം അപകടത്തിലായേനെ. അപ്പം കറക്റ്റ് സമയത്ത് എത്തിച്ചത് കൊണ്ടാണ്. അപ്പം ലൂസ് മോഷൻ
പ്ലസ് വൊമിറ്റിങ്ങും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇത് എവിടുന്നാ നമുക്ക് വന്നേന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു ഫംഗ്ഷനും കൂടെ നടന്നതുകൊണ്ട് പുറത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വൈറൽ ആണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മതി. ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, അപ്പം കൂടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിനുണ്ടായാൽ മതി. അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകുമ്പോഴത്തേക്കും വേറൊരു കുട്ടി ഇരുന്ന സീറ്റിൽ ഇരുന്നാൽ മതി. അങ്ങനെ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടും ഈ ഒരു സംഭവം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ കേസിൽ. വലിയവർക്ക് വന്നാലും നമ്മൾ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ആവും. പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് വന്നാൽ അത്രയും പെട്ടെന്ന് അവർ വീക്കായി പോകും. എന്റെ മോളുടെ കേസ് പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയൊരു ദിവസമായിരുന്നു അന്ന്. കാരണം ആളത്രയും വീക്കായി, അതേപോലെ ഞാൻ കണ്ടിട്ടില്ല അവളെ പിന്നെ. ചില ഫുഡുകളിൽ നിന്ന് വരും വൈറ്റമിൻ ഡി ഇതേവരെ അവന് നോർമൽ അല്ല. അതൊരു പ്രശ്നം ഇതിന്ന് വന്നതാണ്. അവന് 6 മാസം തുടങ്ങി ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതുവരെ വൈറ്റമിൻ ഡി നോർമൽ അല്ല. കാലിന്റെ അവിടെ ഒരു ബെഞ്ച് വരെ ഉണ്ട് ഇപ്പൊ. അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് ആർക്കും അറിയില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയണത്. വൈറ്റമിൻ ഡി പകുതിയുടെ പകുതി പോലും ഉണ്ടായില്ല അവന്. അത് വൈറ്റ് കളറായി, കണ്ണൊക്കെ വെള്ള കളറായി പോയി ആ സിങ്കൊക്കെ പോയപ്പോ. അപ്പൊ അതില് വൈറ്റമിൻ ഡി ഇപ്പോഴും ഞങ്ങള് അതിന്റെ സിറപ്പൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര മാസമായി? എത്ര വയസ്സായി ആൾക്ക്? ഇപ്പൊ 6 വയസ്സായി. അപ്പോഴും ഇപ്പൊ നോർമൽ ആയിട്ടില്ല. അത് നമ്മള് ജനിച്ച ഉടനെ തന്നെ വൈറ്റമിൻ ഡിയുടെ നമ്മൾ ആ ഒരു ഇത് കൊടുക്കൂലെ, തുള്ളിമരുന്ന് കൊടുക്കൂലെ, കൊടുത്തിരുന്നോ? കൊടുത്തു. പക്ഷെ ഈ ലൂസ് മോഷൻ വന്നേ പിന്നെയാണ് ആൾ ഇത്ര ഇതായി പോയത്. നടക്കുമ്പോഴും ആളുടെ കാലിന് ഇപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്നും ആർക്കും അറിയില്ല. പക്ഷെ എന്താ ആ ഒരു സ്റ്റേജിലാണ് ഇത്രയും ഇത് വന്നത്. ശ്രദ്ധിക്കണം കേട്ടോ അത് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. കവിത എന്തെങ്കിലും പറയാൻ വന്നേണോ? കവിത, നമുക്ക് ഡിസെൻട്രീനെ കുറിച്ചൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ന്യൂ ബോൺ ബേബീസില് ഡിസെൻട്രി ഉണ്ടാവോ? ന്യൂ ബോൺ ബേബീസിൽ വരാൻ ചാൻസ് കുറവല്ലേ? കുറവെന്ന് വെച്ചാൽ കുറച്ച് കുറവാണ്. എന്ത് ചെയ്യും? അല്ലെ 3-4 മാസമായ കുട്ടിക്കൊക്കെ ലൂസ് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നാണ്. കാരണം ഇപ്പൊ സാധാരണ ന്യൂ ബോൺ ബേബീസ് ആണെങ്കിൽ അവര് മോഷൻ എന്ന് പറയുന്നത് ചിലപ്പോ ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം പോകും. അത് നോർമൽ ആണ്. അതേപോലെ കളറിൽ ചേഞ്ച് ഉണ്ട് അവിടെ. സാധാരണ മോഷനേക്കാളും ആ കുട്ടികൾ ലൂസ് മോഷൻ വരുമ്പോ ആ ഒരു കളറിൽ വ്യത്യാസം വരും. അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? എന്റെ മോനിപ്പോ വയറ്റിൽ പോകുമ്പോ ഇങ്ങനെ വെള്ളം പോലെയാണ് പോകുന്നത്. അവൻക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 6 മാസത്തിന് മുന്നേ അരമരുന്ന് അങ്ങനെ സാധനങ്ങളൊന്നും കൊടുക്കരുത് പറഞ്ഞിട്ട് കൊടുത്തപ്പോ അങ്ങനെ എപ്പോഴും പോയിരുന്നു. പിന്നെ ഇപ്പൊ മരുന്നൊക്കെ കഴിച്ചപ്പോ ഇടയ്ക്കൊക്കെ പോണുള്ളൂ. പക്ഷെ പോകുമ്പോഴും ഇങ്ങനെ നല്ല കുറുക്ക് പോലെ ഇങ്ങനെ വെള്ളം പോലുള്ള കൺസിസ്റ്റൻസിയിലാ നോർമലി അങ്ങനെയല്ല എല്ലാ കുട്ടികൾക്കും. അപ്പൊ എനിക്ക് മുന്നേ വന്നോണ്ട് ടെൻഷനാ. എപ്പോഴും ഇപ്പൊ പറഞ്ഞപ്പോ ടെൻഷനായി. ഞാൻ പറഞ്ഞത് വ്യത്യാസം ഉണ്ടാവും. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ ലൂസ് മോഷൻ, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല, അതേപോലെയാണ് ഇപ്പൊ പോകുന്നത്? അല്ല അതിന്നൊക്കെ മാറ്റമുണ്ട് ഇപ്പൊ. ഓക്കെ. നമ്മള് ഈ മോഷൻ ഒന്ന് ഇതാവാനായിട്ട് നമ്മൾ സാധാരണ നോർമൽ പോലെ പോകാനായിട്ട് അവര് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങൂലേ? നമ്മള് ചോറും റൈസൊക്കെ ഇപ്പൊ കുറുക്കും കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത് അല്ലെ? അങ്ങനത്തെ ഫുഡല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു രീതിയിൽ മോശം പോകുന്നത്. കട്ടിയുള്ള ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോഴാണ്, കുറച്ചും കൂടി ഡെവലപ്ഡ് ആവുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള മോഷൻസും കാര്യങ്ങളും പോയി തുടങ്ങാം. ഒരു വയസ്സൊക്കെ കഴിയുമ്പോ കറക്റ്റ് ആയിട്ട് ഒരു വയസ്സ് കഴിയണം. അപ്പോൾ അവർ നോർമലായിട്ട് പോവുള്ളൂ. ഓക്കെ. പിന്നെ ഒത്തിരി അങ്ങനെ പോവുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ചില വെള്ളമായിട്ട് പോകുന്നില്ല, കളർ ചേഞ്ച് നോക്കണം. അതുപോലെ ബ്ലഡിന്റെ വല്ല അംശം ഉണ്ടാകുന്ന നോക്കാം. പിന്നെന്താണ്, സ്മെല്ല് വ്യത്യാസമായിരിക്കും. അത് നോക്കിയിട്ട് ആണ് ലൂസ് മോഷൻ ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇത്രീശ പോകുന്നുണ്ട് എപ്പോഴും. അർച്ചന ഓക്കെ പോയോ? ഇടക്കിടക്ക് പോവാണെങ്കിലും അത് ശ്രദ്ധിക്കണം.
ആദ്യം പോയിരുന്നു, ഇപ്പൊ പോണില്ല. ഇപ്പൊ പോകുന്നില്ല, അപ്പൊ മാറിയിട്ടുണ്ടാവും ഇവിടെ. ഇത്രയും പോകുന്നുണ്ടെങ്കിൽ ലൂസ് മോഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാം കേട്ടോ. സ്മെല്ലിന്റെ കാര്യത്തിലായാലും കളർ ചേഞ്ചിന്റെ കാര്യത്തിലായാലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോണം. ഓക്കെ, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖം ജോണ്ടിസ് ആണ്. ജോണ്ടിസ് എന്താണെന്നറിയാവോ? മഞ്ഞപ്പിത്താണോ? അതെ. സോ ജോണ്ടിസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് ചെറുതായി വന്നിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്നിട്ട് കണ്ണിലേക്ക് എന്തോ ബാധിച്ചിട്ട് കിഡ്നി എന്തോ മാറ്റി വെച്ചു, അമ്മയുടെ കിഡ്നി വെച്ചു 10th പഠിക്കുമ്പോ. എന്റെ ഒരു ഫ്രണ്ടിന് അവളാകെ മഞ്ഞയായി, മൊത്തം മഞ്ഞ കളറായി. സോ കിഡ്നി തന്നെയാണോ മാറ്റി വെച്ചത്? പേരേന്ന് മാറ്റി വെച്ചെന്നാ പറഞ്ഞത്, കിഡ്നിനെ തോന്നുന്നുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, പക്ഷെ മരുന്ന് കഴിച്ചപ്പോഴേക്കും നോർമലായി. കറക്റ്റ് ആയിട്ട് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അല്ല, ആദ്യം തന്നെ അത് കണ്ടെത്താണെങ്കിൽ മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ് ഈ ജോണ്ടിസ് എന്ന് പറയുന്നത്. നമ്മുടെ കൈകളിലും അകത്തിലും കണ്ണിലും ചെറിയൊരു മഞ്ഞപ്പ് കണ്ടപ്പോ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടീച്ചർ. അപ്പൊ അത് മാറിപ്പോയി വേഗം. ടീച്ചറാണ് പറഞ്ഞത്? അതെ അതെ. ഫീവർ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഫീവർ ഉണ്ടായില്ല, നോർമലായിരുന്നു. പക്ഷെ ടീച്ചർക്ക് അതിനെ പെട്ടെന്ന് കണ്ടപ്പോ കണ്ണിന്റെ അവിടെ ചെറിയൊരു മഞ്ഞപ്പും നഖത്തുമ്മൊക്കെ പിടിച്ച് നോക്കി ടീച്ചർ. അപ്പോഴേക്കും അപ്പൊ ടീച്ചർ പറഞ്ഞത് നോക്കി കഴിഞ്ഞപ്പോ ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആയുർവേദം കഴിച്ച് പെട്ടെന്ന് തന്നെ മാറിപ്പോയി. ഓക്കെ, അപ്പോ ജോണ്ടിസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ മഞ്ഞപ്പിത്താണ്. യെല്ലോ കളറിലായിരിക്കും നമ്മുടെ മേ ബി കണ്ണ്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫേഷ്യലൊക്കെ യെല്ലോ കളർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ബ്ലഡിലേക്ക് ജേംസ് എൻ്റർ ആകുന്നത് മറ്റൊരു പേഷ്യന്റെ എക്സ്ക്രീറ്റർ വഴിയൊക്കെയാണ് ഈ ഒരു അസുഖം മറ്റൊരാളിലേക്ക് എൻ്റർ ആകുന്നത്. വൊമിറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫീവർ ഒക്കെയാണ് ജോണ്ടിസിന് മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കേണ്ടത് ജോണ്ടിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. പെട്ടെന്ന് ഈസിലി സ്പ്രെഡ് ആകുന്ന ടൈപ്പ് ഓഫ് അസുഖമാണ് ജോണ്ടിസ്. എക്സ്ക്രീറ്റ് വരും. ഒരാള് ജോണ്ടിസ് ഉള്ള ഒരു വ്യക്തി യൂസ് ചെയ്ത് അതേ ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മേ ബി വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പബ്ലിക് ടോയ്ലറ്റിൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യില്ലേ കോമൺ ആയിട്ട്. ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും യൂറോപ്യൻ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിനാണ് കോമൺ ആയിട്ട് അത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ജോണ്ടിസ് ഉള്ള വ്യക്തിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതേ കഴിച്ച പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ലിവറിനെയാണ് ഇത് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ലിവറിനെ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇത് എഫക്ട് ചെയ്യും. നമ്മൾ അപ്പോ കുറെ എന്താ പറയുക, ചിക്കൻ പോലുള്ള അല്ലെങ്കിൽ ഡൈജഷൻ കൂടുതൽ ടൈം വേണ്ട ഫുഡും കാര്യങ്ങളും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ലിവറാണ് നമ്മൾ ഈ ഡൈജസ്റ്റ് ചെയ്ത് കിട്ടുന്ന എനർജിയും കാര്യങ്ങളും കൺവേർട്ട് ഒക്കെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ലോഡ് ലിവറിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ദെൻ അപ്പൊ നമ്മള് ചെറിയ പൊടിയിരിക്കഞ്ഞി, അത് നമുക്ക് കുട്ടികൾക്കൊക്കെ വയ്യാണ്ട് വരുമ്പോ, സാധാരണ ഒരു പനി വന്നാൽ തന്നെ നമ്മൾ എന്താ കൊടുക്കുക, കഞ്ഞിയും കാര്യങ്ങളാണ് കൊടുക്കണേ അല്ലെ. അധികം നമ്മുടെ ബോഡിക്ക് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ടൈം, നമ്മളായാലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒരു കഞ്ഞി കുടിച്ചാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും അല്ലെ. നമ്മുടെ ബോഡി നല്ല വീക്ക് ആയിരിക്കും. സോ വീക്ക് ആവുമ്പോൾ നമ്മുടെ ഡൈജഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കഴിക്കുന്നത്, ഈ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പൊ അതായിരിക്കും നല്ലത്. ദെൻ ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ആവും. എക്സ്ക്രീറ്റയിലൂടെ സ്പ്രെഡ് ആവുന്ന ഒരു എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ ബാത്റൂം ഷെയർ ചെയ്യുന്നതിലൂടെ ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ണിലെ മഞ്ഞരാശി എന്താ പറയാ യെല്ലോ കളർ ആയിരിക്കും. കണ്ണിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ യെല്ലോ കളർ ആയിരിക്കും. ഇമേജിൽ കാണുന്ന പോലെ ചെറുതായിട്ടും ആ ഒരു മഞ്ഞ കളറും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എന്താണ്, യൂറിനില് യെല്ലോ കളർ ഉണ്ടാവും. ശ്രദ്ധിക്കണം. അപ്പം നമ്മളിപ്പോ അധികം വെള്ളം കുടിച്ചാലും അല്ലെങ്കിൽ നമ്മളിപ്പോ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി യെല്ലോ കളർ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്താണ് അസുഖം എന്ന് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ,
ജോണ്ടിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഫീവർ ആയിരുന്നു. ആദ്യം നമ്മളിപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരുമിച്ച് കയറി പോകുന്നത്. അപ്പൊ അവിടെ മുതൽ കോളേജിൽ എത്തണ വരെ ഭയങ്കര വർത്താനവും ഭയങ്കര കളിയും കാര്യങ്ങൾ സംസാരവും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. ഞാൻ അവളുടെ വീടിന്റെ അടുത്ത് വരുന്ന കുട്ടിയോട് ചോദിച്ചു എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ പനിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. പനിയാന്ന് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ പനി മാറി വരുമെന്ന്. അത് കഴിഞ്ഞിട്ടും ആളെ കണ്ടില്ല. അപ്പൊ പറഞ്ഞു വേറെ ഡോക്ടറെ കാണിച്ചു, പനി മാറുന്നില്ല എന്ന് പറഞ്ഞു. ഒരു 1.5 ആഴ്ചയോളം പനിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇങ്ങനെ അടുത്തുള്ള ക്ലിനിക്കിലും കാര്യങ്ങളിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്തു, മെഡിസിൻ കഴിക്കുന്നു, പനി കുറയുന്നില്ല, മറ്റൊരിടത്ത് പോകുന്നു, അങ്ങനെ. പക്ഷെ പിന്നീട് ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ബ്ലഡിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ പനി മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ടെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ആൾക്ക് ജോണ്ടിസ് ആണെന്ന് കണ്ടെത്തുന്നത്. ജോണ്ടിസ് ആണെന്ന് കണ്ടെത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിറ്റ് ആയി. ഞങ്ങളുടെ അടുത്തുള്ളൊരു എന്താ പറയാ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആക്കിയത്. അഡ്മിറ്റ് ആക്കി ദെൻ ആളത്ര ഫിനാൻഷ്യലി നല്ല ഒരു എന്താ പറയാ സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയിലെ കുട്ടിയല്ല. ട്രീറ്റ്മെന്റ് ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് തന്നെ 1 lakh rupees അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത് ലിവറിനെയാണ് അല്ലെ. ലിവർ ഫങ്ഷൻ ചെയ്യാതെ ആകും. ദെൻ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് അത്യാവശ്യം നല്ല കാശായിരുന്നു. അപ്പൊ ഞങ്ങള് കോളേജിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ കേൾക്കുന്നത് ഈ ജോണ്ടിസ് മഞ്ഞപ്പിത്തം കൂടി അത് ന്യൂമോണിയ ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ന്യൂമോണിയ സാധാരണ ലങ്സിനെ ബാധിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവളുടെ കേസിൽ ബ്രെയിൻ അത് അഫക്ട് ചെയ്തത്. ന്യൂമോണിയ ബ്രെയിനെയാണ് അഫക്ട് ചെയ്തത്. ദെൻ അധികം എന്താ പറയാ ഇതാണ് അറിഞ്ഞ് ഒരു എന്താ പറയാ 1.5 ദിവസത്തിനുള്ളിൽ ആള് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ആളെ കാണാൻ പോയി. അവളെ കാണാൻ പോയപ്പോ ഭയങ്കരമായിട്ട് വീക്കായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ല കാണാൻ നല്ല സുന്ദരി കുട്ടിയാ. അവള് നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയ കാണാനായിട്ട്. ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ടൈമാണ് അവൾക്ക്. പക്ഷെ എന്താ പറയാ അവളെ കൊണ്ട് കടത്തി കഴിഞ്ഞപ്പോ എല്ലാവരും ശരിക്കും ഷോക്ക് ആയിപ്പോയി. കാരണം ഒരു കുഞ്ഞു കുട്ടീനെ കൊണ്ട് കിടക്കണം, അത്രയും ആയിട്ട് അവള് വീക്കായി പോയി. അത്രേ ഉള്ളൂ. ഒരു കുഞ്ഞിക്കുട്ടി എങ്ങനെ കിടക്കും അതേ ആരോഗ്യം അവൾക്ക് തോന്നുള്ളൂ. ഞങ്ങൾക്കൊന്നും കണ്ടു നിൽക്കാനേ പറ്റിയില്ല. കരഞ്ഞ ആ സമയത്ത് ഭയങ്കര ഷോക്കായിരുന്നു. കരയണോ എന്ത് ചെയ്യണം എന്ന് തന്നെ അറിഞ്ഞൂടായിരുന്നു. കാരണം അത്രയും നാൾ നമ്മുടെ ഒപ്പം ഉള്ള ഒരാളാണല്ലോ. പെട്ടെന്ന് ഈ ഒരു അസുഖം വന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അതൊരു കുറേ നാളത്തേക്ക് ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു അസുഖം ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ജോണ്ടിസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ യൂറിനിലായാലും നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും അത് മഞ്ഞപ്പിത്തമായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് എടുത്ത് ആന്റിബയോട്ടിക് കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് എടുക്കുക. അവൾക്ക് പറ്റിയത് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. ആർക്കും അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണ് ജോണ്ടിസ് ആണെന്നുള്ളത് പെട്ടെന്ന് ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കണ്ടെത്താനായിട്ട് പറ്റില്ല. കണ്ടെത്താൻ പറ്റി ട്രീറ്റ്മെന്റ് കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തോ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ സമയത്ത് തന്നെ കറക്റ്റ് ടൈമിൽ ആ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ ആള് ഞങ്ങളുടെ ഒപ്പം ഇന്നുണ്ടായാനെ. പക്ഷെ അതാണ് അത് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു, ഷോക്കായിരുന്നു. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എവിടെ വരാണ് ടെറ്റനസ് പോളിയോ ഡിസെൻട്രി ഒന്ന് റീഡ് ചെയ്യേ. ഓക്കെ,
അപ്പം നമുക്ക് ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മള് ഫീവർ മാറുന്നില്ല എങ്കിൽ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തിട്ട് അതെന്താണ് അസുഖം എന്ന് കണ്ടെത്തിയിട്ട് വേണം ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഒരു 4 ദിവസം കഴിഞ്ഞിട്ടും പനി മാറിയില്ല, 3-4 ദിവസം കഴിഞ്ഞിട്ട് പനി മാറിയില്ലാത്ത പക്ഷം നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്ത് അതെന്താണ് അസുഖം എന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് വേണം പിന്നീട് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, ജ്യോതി, ശ്രീകാന്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ജോണ്ടിസ് നോക്കാം. It is caused by various germs in blood and excreta of the patient. ബ്ലഡിലുള്ള ജേംസിലൂടെ അതേപോലെ എക്സ്ക്രീറ്റയിലൂടെയാണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ആകുന്നത്. The germs affect the liver. First of all, നമ്മുടെ ഇന്റേണൽ ഓർഗൻ ആയിട്ടുള്ള ലിവറിനെയാണ് ആദ്യം ഇത് അഫക്ട് ചെയ്യുന്നത്. If the medical aid is not properly given at a time, കറക്റ്റ് ടൈമിൽ മെഡിക്കൽ എയ്ഡ് കിട്ടാത്ത പക്ഷം the eyes become yellow in color. നമ്മുടെ കണ്ണ് മഞ്ഞ കളറായിട്ട് മാറും. At this stage, the activities of internal organ, especially the liver, become malfunctioning. നമ്മള് ആക്ടിവിറ്റീസ്, ഇന്റേണൽ ഓർഗൻസിന് ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്താകും, മാൽഫങ്ഷനിങ് ആവും. എസ്പെഷ്യലി ഏത് ഓർഗനാണ് മെയിൻ ആയിട്ട് ജോണ്ടിസ് അഫക്ട് ചെയ്യുന്നത്? ലിവറിനെയാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. ഫൈനലി ദ പേഷ്യന്റ് മേ ബി ഈവൻ ഡൈ. മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് എന്ത്? ജോണ്ടിസ് എന്ന് പറയുന്നത്. സോ ദ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ്. ആ ഒരു അസുഖം ആണ് എന്നറിയുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അത് നേരത്തെ കണ്ടെത്തുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അത് 4 ദിവസം കഴിഞ്ഞിട്ട് പനി മാറുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ബ്ലഡും അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എന്താ അസുഖം കണ്ടെത്താം കേട്ടോ. ഒന്ന് ജോണ്ടിസ് വായിച്ചേ. ഓക്കെ, ഞാൻ ഒരു ആക്ടിവിറ്റി തരട്ടെ നിങ്ങൾക്ക്. ഓക്കെ, ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾ അത് ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടതാണ്. ക്ലാസ് ഞാൻ കാണിക്കാൻ പോകുന്ന മോണ്ടിസോറിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര്. ഓക്കെ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്. നമ്മള് മോണ്ടിസോറി ഫസ്റ്റ് നമ്മുടെ ലാംഗ്വേജ് ഏരിയയില് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്, ഈ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കാർഡ്ബോർഡില് നമ്മൾ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, നമ്മള് പെയിന്റിന്റെ ഒക്കെ വർക്കിന് യൂസ് ചെയ്യുന്ന ഒരു സാൻഡ് പേപ്പർ, നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയാൽ കുറച്ച് എന്താ പറയാ ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന സാൻഡ് പേപ്പർ ഇല്ലേ? ടച്ച് ചെയ്യുമ്പോ ഒരു എന്താ പറയാ ഹാർഡ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ളത്. അപ്പൊ സാൻഡ് പേപ്പർ എല്ലാവർക്കും അറിയാലോ. ആ സാൻഡ് പേപ്പറിൽ ആൽഫബറ്റ്സ് കട്ട് ചെയ്തിട്ട് അതൊരു കാർഡ്ബോർഡിൽ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. കാർഡ്ബോർഡ് ഒരു ചാർട്ട്, ഇതൊക്കെ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ചാർട്ടാണ്. ഇതെല്ലാം നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന കാർഡുകളാണ്. ഓക്കെ, കാർഡില് അത് പേസ്റ്റ് ചെയ്യണം കേട്ടോ. ദെൻ എല്ലാത്തിനും ചെയ്യണം. ഇപ്പൊ ആൽഫബറ്റ്സ് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ ചെയ്യണം, സ്മോൾ ലെറ്ററും ചെയ്യണം. മനസ്സിലായോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത്? ഓക്കെ, നമ്മൾ ഒറ്റ ഷീറ്റിലാണോ ചെയ്യേണ്ടത്? ഒറ്റ ഷീറ്റിലല്ല, ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. കട്ട് ചെയ്തിട്ട് ഒരു നമ്മള് ഫ്ലാഷ് കാർഡ് കണ്ടിട്ടില്ലേ കുട്ടികളുടെ? ഫ്ലാഷ് കാർഡ് കുട്ടികൾക്ക് ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റണം. അവർ ഫിംഗർ മൂവ്മെന്റ്സ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പർ അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. അവർക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ മൂവ് ചെയ്ത്
ഇങ്ങനെ വരച്ചു നോക്കാനായിട്ട് പറ്റണം. കുട്ടികൾ ആദ്യം എഴുതല്ല, അവർ നമ്മളോട് പറയാ എ വരച്ചു, ബി വരച്ചു എന്നാ പറയണേ അല്ലെ. അപ്പൊ അവർക്ക് ആദ്യം ഈ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. നോക്കി അവർക്കത് ആ ഒരു ഡിഫറൻസ് ചാർട്ടിൽ ഒട്ടിക്കാണ്, കാർഡ്ബോർഡിൽ ചാർട്ട് പേസ്റ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ഓക്കെ മാം സാൻഡ് പേപ്പർ തന്നെ വേണോ? എന്താണ് സാൻഡ് പേപ്പർ തന്നെ വേണോ? അല്ലാതെ വേറെ ഏതെങ്കിലും റഫ് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ സ്മൂത്തും റഫ്നെസ്സും മനസ്സിലാക്കുന്ന പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ലിറ്റേഴ്സ് പേപ്പർ ഉണ്ടല്ലോ മിസ്. പേപ്പർ ആണ് പറയാൻ പറഞ്ഞത് എനിക്ക് തോന്നി. ഗ്ലിറ്റർ പേപ്പർ ആയാലും കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി ചെറുതാക്കാൻ പാടില്ല. വലിപ്പം എത്ര വേണം മാം? എത്ര അളവ്? ഇപ്പൊ ഇതിൽ കാണുന്ന അത്രയും വലിപ്പത്തിലാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കാരണം കുട്ടികൾക്ക് കൈ അവരുടെ കുഞ്ഞു ഫിംഗർ മൂവ് ചെയ്യാനായിട്ട് പറ്റണം. ഈ ഗിൽറ്റർ പേപ്പറിൽ കുട്ടികൾ ചെയ്യാറുണ്ട് ഈ ആക്ടിവിറ്റി. പക്ഷെ അവര് ഗിൽറ്റർ പേപ്പറിൽ ചെറിയ സൈസ് ആയിരിക്കും ചെയ്യുന്നത്. എന്താണ് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചാർട്ട് പേപ്പർ ഇത് സാൻഡ് പേപ്പർ ആണ് ശരിക്കും. ഈ ഗോൾഡൻ കളറിലെ സാൻഡ് പേപ്പർ ആണ് ഈ കാണുന്നത്. സാൻഡ് പേപ്പറിലാവുമ്പോ ചാർട്ട് സ്മൂത്ത് ആണ്, സാൻഡ് പേപ്പർ റഫ് ആണ്. സ്മൂത്തും റഫ്നെസ്സും സെൻസ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റും. ചാർട്ട് പേപ്പറിലാണ് ഈ സാൻഡ് പേപ്പർ ഒട്ടിച്ചേക്കുന്നത്. ഇതിൽ ചാർട്ട് പേപ്പറിലാണ് സാൻഡ് പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. മാം ഒരു ഡൗട്ട്, കാർഡ്ബോർഡിന്റെ പേപ്പറിലാണോ അതോ ചാർട്ട് പേപ്പറിൽ ചെയ്യേണ്ടത്? അതില്ലേ, ഈ ചാർട്ട് പേപ്പറിൽ സാധാരണ നമ്മളുടെ നോർമൽ സാൻഡ് പേപ്പർ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ ഇവിടുന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് പേപ്പർ ആണെങ്കിൽ അതിന് കട്ടി കുറവാണ് അല്ലെ, കട്ടി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോ അതിന്റെ ബാക്കിൽ ഒരു കാർഡ്ബോർഡ് കൂടി വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട്. മനസ്സിലായോ? ഓരോ ആൽഫബറ്റ്സും ഓരോ ഇതേപോലെ കാർഡിലാണ് ഒട്ടിക്കേണ്ടത് അല്ലേ? ഓരോ ആൽഫബറ്റ്സ് കാർഡിലാണ് ഒട്ടിക്കേണ്ടത്. ഇപ്പൊ ഇത് പിങ്ക് കളറാണ് അല്ലെ, പിങ്ക് ആൻഡ് ബ്ലൂ ആണ്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ പിങ്കും ബ്ലൂവിനും? പിങ്ക് ആവുമ്പം ഗേള്, ബ്ലൂ ആവുമ്പം ബോയ്. ഓക്കെ, അങ്ങനെയൊക്കെ എക്സാമ്പിൾ പറയാൻ പാടുണ്ട് ആൽഫബറ്റ്സിന്റെ കാര്യത്തിലും. വവ്വൽസ് ഒന്നിലും ലെറ്ററും സ്മോൾ ലെറ്ററും ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതല്ല, ഇപ്പൊ ഇതിലും ക്യാപിറ്റൽ ലെറ്റർ മാത്രം കൊടുത്തിരിക്കുന്നത്, അതിൽ ബ്ലൂ ആണ് ആദ്യം വന്നിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ, വവ്വൽസും നോർമൽ ലെറ്റേഴ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങളിപ്പോ ഇത് ക്യാപിറ്റൽ ലെറ്റർ ബ്ലൂ ചാർട്ടിലും സ്മോൾ ലെറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് ചാർട്ടോ പിങ്ക് ചാർട്ടിലോ ചെയ്യാവുന്നതാണ് കേട്ടോ. ആൽഫബറ്റ്സ് പ്രത്യേകം എടുക്കണ്ടല്ലോ, അല്ല വവ്വൽസ് പ്രത്യേകം എടുക്കണ്ടല്ലോ മാം? വേണ്ട, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചെന്നുള്ളൂ, ആ ചാർട്ടിൽ എന്താ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. മാം പിന്നെ ഒരു ചാർട്ടിൽ തന്നെ എല്ലാം ഒട്ടിക്കേണ്ട പ്രത്യേകമായിട്ട് ഒട്ടിച്ചെടുക്കുക അല്ലേ? നമുക്ക് വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റുമല്ലോ, സെപ്പറേറ്റ് ആണ്. ഇപ്പൊ CAT, അപ്പൊ C എന്ന് പറയുന്ന കാർഡ് എടുത്ത് വെക്കാം, A എന്ന് പറയുന്ന കാർഡ് എടുത്ത് വെക്കാം, T എന്ന് പറയുന്ന കാർഡ് എടുത്ത് വെക്കാം. നമുക്ക് വേർഡ്സും കാര്യങ്ങളും ഫോം ചെയ്യാനായിട്ട് പറ്റൂലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടും കൂടി ഹെൽപ്പ് ചെയ്യോടെ. അപ്പൊ അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ സെപ്പറേറ്റ്. ഫ്ലാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കുട്ടികളുടെ? സെപ്പറേറ്റ് കളർ വേണ്ടല്ലോ മാം? എന്താണ്? സെപ്പറേറ്റ് കളർ വേണോ അത് ഒരേ കളർ തന്നെ മതി? ഒറ്റ കളർ തന്നെ മതി. ഒരു ചാർട്ട് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക, ബ്ലൂ കളറിലെ ചാർട്ട് വാങ്ങിച്ച ഈ ബ്ലൂ ചിലപ്പോൾ കിട്ടണമെന്നില്ല, നമുക്ക് സ്കൈ ബ്ലൂ സ്മോൾ ലെറ്റേഴ്സ് ഒരു കളറും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒരു കളറും ഒരു കളറും വാങ്ങിച്ചാൽ മതി. ഇപ്പൊ കോമൺലി കിട്ടുക പിങ്ക് ആൻഡ് ബ്ലൂ ആണ്. ബ്ലൂ ക്യാപിറ്റൽ ലെറ്ററിന് എടുക്കാം, പിങ്ക് സ്മോൾ ലെറ്ററിന് എടുക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മളപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ ക്യാപിറ്റൽ ലെറ്റർ വരുന്ന ഇത് കളർ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റൂലേ? ഓക്കെ, അപ്പൊ ഒരു സ്ക്വയർ ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് വരുന്നത്. ഫ്ലാഷ് കാർഡ് ഉണ്ടോ വീട്ടില് മക്കളുടെ? ഓക്കെ, ആ സൈസ് നോക്കി ചെയ്തോട്ടോ. കാരണം അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണം, അതിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കാനായിട്ട് പറ്റണം. എന്നത്തേക്ക് ചെയ്യാൻ പറ്റും? എന്നാ മിസ് അപ്പൊ കാണിക്കേണ്ടത്? അടുത്ത ക്ലാസ്സിലോ? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്
ടൈം ഉണ്ടാവോ? ടൈം വേണ്ടേ ഇത് ചെയ്യാനായിട്ട്? നമുക്ക് ഒരു 2 weeks വെച്ച് തന്നാലോ? ക്യാപിറ്റൽ ലെറ്ററിന് 2 weeks, സ്മോൾ ലെറ്ററിന് 2 week. ഓക്കെ ആണോ? ഓക്കെ മാം. 5th ഡിസംബറിന് ചെയ്താൽ മതി കേട്ടോ. 5th ഡിസംബറിന് ക്യാപിറ്റൽ ലെറ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ, 5th ഡിസംബറിന് ക്യാപിറ്റൽ ലെറ്റർ, ദെൻ 19th ഡിസംബറിന് സ്മോൾ ലെറ്റർ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്പേഴ്സ് ആണ്, പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, സാൻഡ് പേപ്പർ നമ്പേഴ്സും കൂടി ഉണ്ട് നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ. സാൻഡ് പേപ്പർ നമ്പേഴ്സും കൂടി വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ചിലത് കഴിഞ്ഞ് കഴിയുമ്പോ കാണിച്ചു തരാം, അല്ലെങ്കിൽ ജസ്റ്റ് കാണിച്ചു തന്നേക്കാം. ഇനി നിങ്ങൾ മറന്നുപോയാലോ? ഞാനും മറന്നുപോകും ചിലപ്പോ. കാർഡ് നമ്പേഴ്സ് തന്നു വിചാരിക്കും. നമ്പേഴ്സിന്റെ തീം വരുന്നത് ഗ്രീൻ കളറാണ്. നമ്പേഴ്സ്, സാൻഡ് പേപ്പർ നമ്പേഴ്സ് കണ്ടോ? 1 മുതൽ 0 മുതൽ 9 വരെയാണ് സാൻഡ് പേപ്പർ നമ്പേഴ്സ് വരുന്നത്. 0 മുതൽ 9 വരെയാണ് സാൻഡ് പേപ്പർ നമ്പേഴ്സ് വരുന്നത്. ഇതേപോലെ തന്നെ ഉള്ള കാർഡ്സ് ആണ്. സാൻഡ് പേപ്പറിൽ നമ്മൾ നമ്പേഴ്സ് കട്ട് ചെയ്തിട്ട് ചാർട്ടിൽ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഡിസംബറിൽ പ്രസന്റ് ചെയ്താൽ മതി. ഡിസംബർ 2nd പ്രസന്റ്, സോറി, ജാനുവരി 2nd ആകുമ്പോഴേക്കും പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, അത് 3 ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. 2 weeks വീതം എടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളത് ടൈം എടുത്ത് ചെയ്തോ കേട്ടോ. മാം, പിങ്കും ബ്ലൂവും ഗ്രീനും തന്നെ വേണമെന്ന് നിർബന്ധമാണോ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് ഏതാണോ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ മാം, ഞാൻ ജസ്റ്റ് ആ തീം പറഞ്ഞുള്ളൂ. ഓക്കെ. എല്ലാവർക്കും പറഞ്ഞത് എന്താണ്? സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞത് പറഞ്ഞത് അർച്ചന പറഞ്ഞോടോ? അതെ, ചാർട്ടിന് സ്ക്വയർ പോലെ വെട്ടിയിട്ട് അതില് എന്തിട്ട് ചെയ്യേണ്ടത് മനസ്സിലായില്ല. സാൻഡ് പേപ്പർ ഇല്ലേ, സാൻഡ് പേപ്പർ വാങ്ങിക്കുക. സാൻഡ് പേപ്പറിൽ നമ്മള് വരയ്ക്കുക. ആൽഫബറ്റ്സ് അതിന്റെ മുകളിൽ കൂടെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട്, സാൻഡ് പേപ്പർ കട്ട് ചെയ്ത ആൽഫബറ്റ്സ് ഉണ്ടാവില്ലേ, അത് നമ്മൾ ഈ ചാർട്ടിന് മുകളിൽ പേസ്റ്റ് ചെയ്യാം. സാൻഡ് പേപ്പർ സെപ്പറേറ്റ് വാങ്ങണം. സാൻഡ് പേപ്പർ സെപ്പറേറ്റ് വാങ്ങണം. അധികം പൈസ ആവില്ലായിരിക്കും. ചെയ്യാട്ടോ. ഈ ഗോൾഡൻ നിങ്ങൾക്ക് നോക്കുക, സാൻഡ് പേപ്പറിന് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡ് പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, അത് നോക്കിയിട്ട് വാങ്ങിക്കുക. കാരണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണല്ലോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം സാൻഡ് പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. നമ്മുടെ സിസറിന്റെ മൂർച്ച പോവും, നമ്മുടെ കൈക്ക് നല്ല വേദനയായിരിക്കും. ഒരു പാടൊക്കെയാണ്. നോക്കാം, ചെയ്ത് നോക്കട്ടോ. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ മിസ് ഇന്നലെ ഗ്രൂപ്പിലെ ഒരു റെക്കോർഡിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, സാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. അപ്പൊ അതെങ്ങനെയാ, അത് വാങ്ങിക്കണോ, എന്താ ചെയ്യേണ്ടത്? വാങ്ങിക്കണം. റെക്കോർഡ് നിങ്ങൾക്ക് ഇവിടെ നിന്നാ തരുന്നത്, അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല തരുന്നത്? നമ്മുടെ സീലും കാര്യങ്ങളൊക്കെ ഉള്ള റെക്കോർഡ്, നമ്മളുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉള്ള റെക്കോർഡാണ്. ഒന്ന് 5th റെക്കോർഡ് പ്രിന്റഡ് കോപ്പി ആണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും. 5th റെക്കോർഡ് എന്ന് പറയുന്നത് അപ്പാരറ്റിക്സ് റെക്കോർഡാണ്. അപ്പൊ അത് ഞങ്ങൾ അപ്പാരറ്റിക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡാണ്. അപ്പൊ നിങ്ങൾ അത് എഴുതിയെടുക്കുമ്പോൾ ഞങ്ങൾ തരുന്നതാണ്. എഴുതിയെടുക്കുമ്പോൾ മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ള കോപ്പിയാണ് തരാനായിട്ട് തരുന്നതെന്ന് തോന്നുന്നു, അല്ലെ? അപ്പൊ അതില് ഇമേജസും പ്രിന്റും കാര്യങ്ങളും അടുത്തുണ്ടാവും. കാരണം ചിലപ്പോൾ കുട്ടികൾക്ക് മാറിപ്പോകും. ഞങ്ങൾ ഇവിടെ PDF ഒക്കെ അയച്ചു തന്നാലും ഫോട്ടോ എല്ലാ കുട്ടികൾക്കും കിട്ടണമെന്നില്ല. അതേപോലെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനും കളർ പ്രിന്റ് ഒക്കെ കിട്ടണമെന്ന് ഇല്ല. അപ്പൊ അതുകൊണ്ട് 5th റെക്കോർഡ് മാത്രം നമ്മള് പ്രിന്റഡ് ആണ്. ബാക്കി എല്ലാ റെക്കോർഡും നിങ്ങൾ ചെയ്യേണ്ടതാണ്. റെക്കോർഡ് തരും, അതിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വയമേ ചെയ്യണം. അപ്പൊ അതിൽ ആക്ഷൻ സോങ്സിനെ കുറിച്ചുള്ള റെക്കോർഡ് ഉണ്ട്. സോ നിങ്ങൾ ഓരോ സോങ്സും സ്വയമേ പ്രിപ്പയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ക്രിയേഷൻ നോക്കാം. പിന്നെ കിട്ടിയില്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന എടുക്കുക. സ്റ്റോറി ഉണ്ട്, കളക്ഷൻ ബുക്ക് ഉണ്ട്, പസിൽസ് ആൻഡ് പസിൽ ബുക്ക് ഉണ്ട്. ഇതൊക്കെ മാക്സിമം നിങ്ങൾ സ്വന്തം ക്രിയേഷനിൽ ചെയ്യാം. വരയ്ക്കാനൊക്കെ കഴിവുള്ളവർ പസിൽ ബുക്കിലും നന്നായിട്ട് വരയ്ക്കാനൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. മാക്സിമം വരച്ച് തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ ഈ റെക്കോർഡൊക്കെ എന്താ പറയാ, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ ക്ലാസ്
കഴിയുമ്പോഴേക്കും മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിന് മുമ്പായിട്ട് ഈ റെക്കോർഡ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇൻക്ലൂഡിങ് ഞങ്ങൾ ഈ ഡെയിലി തരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ആക്ടിവിറ്റീസും ഈ മെറ്റീരിയൽസും നമ്മളിപ്പോ ചെയ്യിക്കുന്ന ഓരോ ആക്ടിവിറ്റീസും അതും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വൈവേ കണ്ടക്ട് ചെയ്യും. മോണ്ടിസോറിയുടെ കോഴ്സിന്റെ മെയിൻ ആയിട്ട് നമ്മൾ റിട്ടേൺ എക്സാം പോലെ തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആണ് വൈവേ എന്ന് പറയുന്നത്. വൈവേ നമ്മള് എക്സാമിനോട് അടുക്കുമ്പോൾ കണ്ടക്ട് ചെയ്യും. വൈവയുടെ മാർക്കും കൂടി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ആഡ് ആയി പോകും. മനസ്സിലായോ? അപ്പൊ വൈവയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ വീക്കിലി ഞാൻ തരുന്നത്. മോണ്ടിസോറി ടീച്ചിങ് എയ്ഡ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എന്നാണ് അതിന് വരുന്നത്, ഹെഡ് വരുന്നത്. ടീച്ചിങ് എയ്ഡ് ആണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. എല്ലാ മെറ്റീരിയൽസും കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു 7-8 months ഒക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ ടോട്ടൽ 20 മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഏകദേശം കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വീക്കിലി 2 weeks കൂടുമ്പോൾ ഒരു മെറ്റീരിയൽ അങ്ങനെ തരുള്ളൂ. ചെടിക്ക് എല്ലാ മെറ്റീരിയൽസും കൂടി തരില്ല. റെക്കോർഡ് എല്ലാവരും വാങ്ങിക്കുക കേട്ടോ. അതിന്റെ ഇൻഫർമേഷൻ ഐ തിങ്ക് സോ നിങ്ങൾക്ക് PR ആരാണ്? PR ഇല്ലേ കോണ്ടാക്ട് ചെയ്യുന്നേ? 2 പേരുണ്ട്. വന്ദന മാമിനോട് പറഞ്ഞാൽ മതി കേട്ടോ. റെക്കോർഡിന്റെ കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാം ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് പറയാനായി അഞ്ജനയെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ എടുത്തുന്ന അപർണ മിസ്സിനും, പിന്നെ ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത് പിന്നെ പ്രെയർ, സൈൻ ഇൻ, തോട്ട് ഓഫ് ദി ഡേ ഇതെല്ലാം പറഞ്ഞ് ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഫ്രണ്ട്സിനും, ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം.